Good morning, students. ഇന്ന് നമുക്ക് വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രി ഇൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് AS2 അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2 ആണ് ഇൻവെൻട്രിയെ പറ്റി പറയുന്നത്. ഇൻവെൻട്രി ഇൻക്ലൂഡ്സ്, യു പ്ലീസ് റൈറ്റ്, ഇൻവെൻട്രി ഇൻക്ലൂഡ്സ് inventory of finished goods held for sale, inventory of finished goods for sale, whatever may be your business. Suppose if you are a furniture dealer, you purchased furniture for sale, it is held for sale. So furniture held is called inventory of finished goods in furniture dealer. In stationery dealer, stationery purchased for sale is called finished goods of stationery merchant. So anyway, the goods held for sale is called finished goods. ഒരു ഫർണിച്ചർ ഡീലർ ഒരു കാർ വാങ്ങിക്കുന്നത് റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കുകയല്ല, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ കാർ ഈസ് നോട്ട് പാർട്ട് ഓഫ് ഇൻവെൻട്രി ഇൻ ദാറ്റ് കേസ്. അപ്പോൾ ഏത് ഇൻഡസ്ട്രി ആണോ, ഏത് ബിസിനസ് ആണോ നമ്മൾ ചെയ്യുന്നത്, അതിൽ നമ്മൾ വിൽക്കുന്ന പ്രോഡക്റ്റ് ഏതാണോ അത് ഹെൽഡ് ചെയ്ത് വെച്ചിരുന്നാൽ ദാറ്റ് ഈസ് കോൾഡ് ഇൻവെന്ററി ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. സോ ദാറ്റ് ഈസ് ഫിനിഷ്ഡ് ഗുഡ്സ് ഹെൽഡ് ഫോർ സെയിൽ. 1. ടു വർക്ക് ഇൻ പ്രോഗ്രസ്. നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ഫുൾ 100% കംപ്ലീറ്റ് ചെയ്യാത്ത ഗുഡ്സ് കാണും. ദാറ്റ് ഈസ് കോൾഡ് സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, വർക്ക് ഇൻ പ്രോഗ്രസ്. Work in progress in construction contract is not included in AS2. It is included in Accounting Standard 7 construction contract. ഒരു കോൺട്രാക്റ്റിൽ അതേ സമയത്ത് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിമെന്റ് പോലെയുള്ള മെറ്റീരിയലുകൾ ലൈങ് ഇൻ ദ ഗോഡൗൺ, അതിനെ നമ്മൾ ഇൻവെന്ററി ഓഫ് റോ മെറ്റീരിയൽ ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. എന്നാൽ വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻ കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് നമ്മൾ പ്രത്യേകം സെപ്പറേറ്റ് പഠിക്കുന്നുണ്ട്. അത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2 പാർട്ട് അല്ല. റിമെമ്പർ ഇറ്റ്. Then the third one is raw material used in production process. Raw material used in production process. Suppose in an iron and steel industry, iron is one of the raw material. So iron is considered as raw material used in the production process. Am I right? Then just like including consumables. നമുക്കറിയാം സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ അയൺ ഓർ ബോയിലർ ഉപയോഗിച്ച് ഹീറ്റ് ചെയ്ത് വേണം നമ്മൾ സ്റ്റീലായി മാറ്റാനായിട്ട്. അപ്പോൾ ഹീറ്റ് വേണമെങ്കിൽ ബോയിലർ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ കോൾ വേണം. സോ കോൾ ഈസ് കൺസ്യൂമബിൾസ്. കോൾ യൂസ്ഡ് ഇൻ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഈസ് ഓൾസോ കോൾഡ് ഇൻവെന്ററി. റൈറ്റ്? ദെൻ ലൂസ് ടൂൾസ് നമ്മൾ എപ്പോഴും സ്പെയർ പാർട്സ് ആണെങ്കിലും യൂസ് ചെയ്യുന്ന ടൂൾ ആയതുകൊണ്ട് ഇൻവെന്ററി എന്നുള്ള ഹെഡിലാണ് എടുക്കുക. സോ ലൂസ് ടൂൾസ് ഈസ് സ്പെസിഫിക്കലി മെൻഷൻ, ഇറ്റ് ഈസ് ഫോം പാർട്ട് ഓഫ് ഇൻവെന്ററി. ഓക്കെ. എന്നാൽ മെഷീൻ സ്പെയർ പാർട്സ് ഒന്നും തന്നെ ഇൻവെന്ററിയുടെ കൂട്ടത്തിൽ വരുന്നതല്ല. അത് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്വിപ്മെന്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 10 കൂട്ടത്തിൽ വരുന്നതാണ്. സോ ദ ഇൻവെന്ററി ഇൻക്ലൂഡ്സ് ഫിനിഷ്ഡ് ഗുഡ്സ് ഹെൽഡ് ഫോർ സെയിൽ, work in progress, semi-finished goods, raw material used in production process including consumables, loose tools, etc. ഇനി ഇതിൽ inventory of finished goods and work in progress. Finished goods and work in progress are valued. Inventory of finished goods and work in progress are valued at lower of the following. Finished goods and work in progress are valued at lower of the following: cost or net realizable value, whichever is lower. Finished goods and work in progress are valued at lower of the following: cost or net realizable value, whichever is lower. So suppose cost of a product for producing the goods is 100. If the market price of selling these goods is 90, then that 90 is called net realizable value. നമുക്കറിയാം കൺസർവേറ്റിസം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചു. ആന്റിസിപ്പേറ്റഡ് ഗെയിൻ നമ്മൾ എഴുതിയല്ല.
അപ്പൊ കോസ്റ്റ് 100 ആണ്. നമ്മൾ വരും കാലങ്ങളിൽ അത് 90K വിൽക്കാൻ പറ്റുള്ളൂവെങ്കിൽ ആ 90യിലാണ് നമ്മൾ വാല്യൂ ചെയ്യേണ്ടത്. ഇപ്പൊ നെറ്റ് റിയലൈസബിൾ വാല്യൂ 110 ആണെങ്കിൽ നമുക്ക് 10 രൂപ ലാഭം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിനെ 110ൽ വാല്യൂ ചെയ്താൽ നമ്മുടെ പ്രോഫിറ്റ് കൂടും, 10 രൂപ കൂടും. കാര്യം ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് കൂട്ടിയാണ് എഴുതുക, നെക്സ്റ്റ് ഇയറിലേക്കുള്ള സെല്ലിംഗ് പ്രൈസിൽ അത് വാല്യൂ ചെയ്താൽ. സോ കൺസർവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആന്റിസിപ്പേറ്റഡ് ഗെയിൻ നിങ്ങൾ എഴുതി വെക്കാൻ പാടില്ല. ആന്റിസിപ്പേറ്റഡ് ലോസ് വന്നാൽ കുഴപ്പമില്ല, പക്ഷെ ഗെയിൻ ഒരിക്കലും എഴുതാൻ പാടില്ല. നമ്മൾ കിട്ടാവുന്നതിൽ കൂടുതൽ ലാഭമുണ്ട് എന്ന് കാണിക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ലോവർ ഓഫ് ദ ഫോളോയിങ് കോസ്റ്റ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ വിച്ച് എവർ ഈസ് ലോവർ. സോ വാട്ട് ഈസ് കോസ്റ്റ്? Cost includes cost of purchase. Cost include cost of purchase plus cost of conversion. Cost of conversion. Cost of purchase means purchase cost including direct expenses incurred for purchasing the material. For carriage inwards പോലെയുള്ള കോസ്റ്റ്, കസ്റ്റംസ് ഡ്യൂട്ടി, അങ്ങനെയുള്ള കോസ്റ്റുകൾ ഇൻ കണക്ഷൻ വിത്ത് ദ കോസ്റ്റ് ഓഫ് പർച്ചേസസ് വിൽ ഓൾസോ ആഡഡ് ടു കോസ്റ്റ് ഓഫ് പർച്ചേസ്. ആൻഡ് കോസ്റ്റ് ഓഫ് കൺവേർഷൻ ഇൻക്ലൂഡ് ലേബർ ആൻഡ് ഓവർഹെഡ്. Direct labor and overheads. So cost includes cost of purchase and cost of conversion, that is direct labor and overhead. പ്രത്യേക ഒരു നോട്ടായിട്ട് എഴുതിയിടുക, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആൻഡ് സെല്ലിംഗ് ഓവർഹെഡ് ആർ നോട്ട് കൺസിഡേർഡ്. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആൻഡ് സെല്ലിംഗ് ഓവർഹെഡ്സ് ആർ നോട്ട് കൺസിഡേർഡ്. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡോ സെല്ലിംഗ് ഓവർഹെഡോ എടുക്കുകയില്ല. പിന്നെ ഇതേതാ? പ്രൊഡക്ഷൻ ഓവർഹെഡ് ആണ്. ഇവിടെ നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ നാളെ ഇത് എത്ര വിലയ്ക്ക് വിൽക്കാം, എക്സ്പെക്ടഡ് സെല്ലിംഗ് പ്രൈസ്, നാളെ മാർക്കറ്റിൽ വിൽക്കാവുന്ന വില. അപ്പൊ നമ്മൾ ഒരു സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആണെങ്കിൽ അതിനെ പൂർണ്ണമാക്കി ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി ഫർദർ എക്സ്പെൻസസ് ഉണ്ടാക്കി കംപ്ലീറ്റ് ചെയ്തിട്ടേ വിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ കിട്ടുന്ന വിലയാണിത്. അപ്പൊ നമുക്ക് അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഫർദർ എക്സ്പെൻസസ് ഉണ്ടാവുമെങ്കിൽ അത് ഇതിൽ നിന്ന് കുറയ്ക്കണം. 150 രൂപയ്ക്ക് ഒരു സാധനം സെമി ഫിനിഷ്ഡിൽ ഉണ്ടാക്കി അത് നാളത്തേക്ക് വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന എക്സ്പെൻസ് 50 രൂപയാണെങ്കിൽ അതിനെയാണ് ഫർദർ എക്സ്പെൻസസ്, ഇൻക്രിമെന്റൽ എക്സ്പെൻസസ് ടു കംപ്ലീറ്റ് ദാറ്റ് ഗുഡ്സ്. അപ്പൊ ആ ഫർദർ എക്സ്പെൻസസ് എക്സ്പെക്ടഡ് സെല്ലിംഗ് പ്രൈസിൽ നിന്ന് ഫർദർ എക്സ്പെൻസസ് കുറയ്ക്കണം. ഫർദർ എക്സ്പെൻസസ് ടു കംപ്ലീറ്റ് ദ ഗുഡ്സ്. Further expenses to complete the goods കുറയ്ക്കണം. കൂടാതെ അത് വിൽക്കാൻ വേണ്ടി സെല്ലിംഗ് എക്സ്പെൻസസ് ലൈക്ക് ബ്രോക്കറേജ് വന്നാൽ അത് നമ്മൾ മൈനസ് ചെയ്യണം. എക്സ്പെക്ടഡ് സെല്ലിംഗ് പ്രൈസ് ലെസ് ഫർദർ എക്സ്പെൻസസ് ടു കംപ്ലീറ്റ് ദ ഗുഡ്സ് ലെസ് സെല്ലിംഗ് എക്സ്പെൻസസ് ലൈക്ക് ബ്രോക്കറേജ്, ഇത് നമ്മൾ കുറയ്ക്കണം. ബാക്കി വരുന്നതാണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ. അപ്പോൾ നെറ്റ് റിയലൈസബിൾ വാല്യൂ ഓർ കോസ്റ്റ് വിച്ച് എവർ ഈസ് ലോവർ ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് വർക്ക് ഇൻ പ്രോഗ്രസ് വാല്യൂ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ക്ലിയർ? അപ്പം ഇത് നിങ്ങൾ ചാർട്ടായിട്ട് എഴുതി പോകണം. ഇൻവെന്ററി ഓഫ് ഇൻക്ലൂഡ്സ് ഈ കാര്യങ്ങൾ എഴുതണം. ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് വർക്ക് ഇൻ പ്രോഗ്രസ് ആർ വാല്യൂഡ് അറ്റ് ലോവർ ഓഫ് ദ ഫോളോയിങ് cost or net realizable value whichever is lower. Then net realizable value means expected selling price less further expenses to complete the goods less selling expenses like a brokerage. Baki net realizable value എന്ന് എഴുതി. Cost includes cost of purchase and cost of conversion. Cost of conversion include direct labor and overheads, and administration overhead and selling overhead are not considered. Okay, ഇനി ഞാനിപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സും വർക്ക് ഇൻ പ്രോഗ്രസും വാല്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് റോ മെറ്റീരിയലിനെ പറ്റി നോക്കണം. വാല്യുവേഷൻ ഓഫ് റോ മെറ്റീരിയൽ.
അത് സെപ്പറേറ്റ് എഴുതണം നോട്ടായിട്ട്. അതുകൊണ്ട് റോ മെറ്റീരിയൽ, വാല്യുവേഷൻ ഓഫ് റോ മെറ്റീരിയൽ, വാല്യുവേഷൻ ഓഫ് റോ മെറ്റീരിയൽ, വാല്യുവേഷൻ ഓഫ് റോ മെറ്റീരിയൽ. ഇത് രണ്ട് കേസായിട്ടാണ്. ഇഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആർ, if finished goods are sold, if finished goods are sold at or above the cost, at or above the cost, if finished goods are sold at above cost, then raw material is valued at, then raw material is valued at cost, valued at its cost, its cost എന്ന് പറഞ്ഞാൽ raw materialന്റെ cost priceലായിരിക്കും വാല്യൂ ചെയ്യുക. So if finished goods are sold at or above cost, then raw material is valued at its cost, valued at its cost. Suppose നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത് കോസ്റ്റ് 100 രൂപയാണ്, നമ്മൾ മാർക്കറ്റിൽ വിൽക്കുന്നത് 110 രൂപയ്ക്കാണെങ്കിൽ ഇറ്റ് ഈസ് സോൾഡ് എബോവ് ദ കോസ്റ്റ്. Then in case raw material is valued at its cost, if raw material cost 40 രൂപയാണെങ്കിൽ ആ 40 രൂപയ്ക്കായിരിക്കും വാല്യൂ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഫിനിഷ്ഡ് ഗുഡ്സിന്റെ റോ മെറ്റീരിയലിന്റെ വാല്യൂ കോസ്റ്റ് സെയിം ആയിരിക്കില്ല. നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് വിൽക്കുന്നത് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടുതലാണ്, ഫിനിഷ്ഡ് ഗുഡ്സിന്റെ കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടുതലാണെങ്കിൽ ആ പ്രൈസിലാണ് വിൽക്കുന്നത് എങ്കിൽ റോ മെറ്റീരിയൽ അതിന്റെ കോസ്റ്റ് പ്രൈസിലായിരിക്കും വാല്യൂ ചെയ്യുന്നത്. സെക്കൻഡ് പോയിന്റ്, ഇഫ് finished goods, if finished goods, if finished goods are sold less than the cost price, less than the cost price, less than the cost price, finished goods വിൽക്കുന്നത് കോസ്റ്റ് പ്രൈസിനേക്കാൾ കുറവാണ് എങ്കിൽ then raw material is valued at its replacement cost, its replacement cost എന്ന് പറഞ്ഞാൽ അതിന്റെ റെസിഡ്യൂവൽ വാല്യൂവിലായിരിക്കും, റീപ്ലേസ്മെന്റ് കോസ്റ്റിലായിരിക്കും വാല്യൂ ചെയ്യുന്നത്. അപ്പൊ ഫിനിഷ്ഡ് ഗുഡ്സ് വിൽക്കുന്നത് എബോവ് ദ മാർക്കറ്റ് പ്രൈസ് ആണ്, എബോവ് ദ കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ റോ മെറ്റീരിയൽ കോസ്റ്റ് പ്രൈസിൽ വാല്യൂ ചെയ്യും. ഫിനിഷ്ഡ് ഗുഡ്സ് വിൽക്കുന്നത് കോസ്റ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞ വിലക്കാണെങ്കിൽ റോ മെറ്റീരിയലിന്റെ നെറ്റ് റിയലൈസബിൾ വാല്യൂവിലായിരിക്കും വാല്യൂ ചെയ്യുന്നത്. മനസ്സിലായോ? റോ മെറ്റീരിയൽ മാർക്കറ്റിൽ അന്ന് റീപ്ലേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വില എത്രയാണോ ആ വാല്യൂവിനായിരിക്കും വാല്യൂ ചെയ്യുന്നത്. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇത് മനസ്സിലാക്കി എഴുതണം. ഓക്കെ, ഇനി നമുക്ക് കണക്കിലേക്ക് വരാം. ആദ്യമേ നമുക്ക് ഈ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ കാര്യങ്ങളിലേക്ക് വരണമെങ്കിൽ എക്സാമ്പിൾ 1 എടുക്കുക. പേജ് നമ്പർ 3.39-ൽ cost of partly finished unit at the end of 2011-12 is 150. That is the cost price of semi-finished goods. Partly finished goods is 150. നിങ്ങൾക്കറിയാം partly finished goods are valued at cost or net realizable value, whichever is lower. Then the unit can be finished next year by a further expenditure of 100. The finished unit can be sold at 250. So the expected selling price 250. Further expenditure 100. 250 ൽ നിന്ന് 100 മൈനസ് ചെയ്യണം. കൂടാതെ moreover a 4% brokerage on the selling price. 250 യുടെ 4% 10 rupees. അപ്പോൾ 250 minus 100 minus 10 അവിടെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. നെറ്റ് സെല്ലിംഗ് പ്രൈസ് 250 ലെസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് കംപ്ലീഷൻ 100 ലെസ് ബ്രോക്കറേജ് 10, then you will get net realizable value 140. The actual cost is 150, net realizable value is 140. So the net realizable value is lower than its cost, hence the semi-finished goods is valued at its net realizable value, that is 140. ആ കണക്ക് നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതി വെക്കണം. ഇനി ഞാൻ പോകുന്നത് എക്സാമ്പിൾ 4-ഉം ഇല്ലസ്ട്രേഷൻ 1-ഉം നിങ്ങൾ വായിച്ചു നോക്കുക. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. കോസ്റ്റ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ whichever is lower. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇല്ലസ്ട്രേഷൻ 1-ഉം എക്സാമ്പിൾ 4-ഉം. അങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങളുടെ ഭാഗ്യം, കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളുടെ ഭാഗ്യം എന്ന് ഞാൻ പറയില്ല. അതൊക്കെ അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരെ ചോദിക്കാറുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ അത് ചോദിക്കാതിരിക്കട്ടോ നമ്മുടെ പ്രശ്നമല്ല, വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. കോസ്റ്റ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ വിച്ച് എവർ ഇസ് ലോവർ. നോക്കിയിട്ട് നെറ്റ് റിയലൈസബിൾ വാല്യൂ ആണ് കുറവെങ്കിൽ അത് എഴുതുക, കോസ്റ്റ് ആണ് കുറവെങ്കിൽ അത് എഴുതുക. ഓക്കെ, ദെൻ ഇലസ്ട്രേഷൻ 2 നോക്കുക. ഇലസ്ട്രേഷൻ 2 പറയുക, എസ് കമ്പനി ലിമിറ്റഡ് പർച്ചേസ്ഡ് ഗുഡ്സ് അറ്റ് ദ കോസ്റ്റ് ഓഫ് 40 lakhs. So purchase cost includes cost of goods. That comes to 40 lakhs. Till March, 75% of the stock are sold. So remain unsold at 25%. So please write 25% remain unsold. 25% remain unsold. Write it. 25% remain unsold. 25% remain unsold. 25% remain unsold. That is 40 lakhs into 25%. That comes to 10 lakhs. 10 lakhs. That's the cost of finished goods unsold. Cost of finished goods unsold. That is closing inventory. So closing inventory's cost price is 10 lakhs. Then the company wants to disclose the closing stock at 10 lakhs. The expected sale value is 11 lakhs and commission of 10% on sale is payable to the agent. Advise what is the correct closing stock to be disclosed at 31/3/2012. So write expected selling price 11 lakhs. Expected selling price 11 lakhs. Less brokerage 1,10,000. 11 lakhs into 10%, 1,10,000. ബാക്കി എത്ര വരും? നെറ്റ് റിയലൈസബിൾ വാല്യൂ കംസ് ടു 9,90,000. Am I right? Net realizable value comes to 9,90,000. Clear? 9,90,000. Okay. Here the cost is 10 lakhs and net realizable value is 9,90,000. Therefore, as per AS2, this closing stock should be valued at its net realizable value. So the right answer, as per AS2, inventory അല്ലെങ്കിൽ closing stock should be valued at its net realizable value because it is lower than the cost of 10 lakhs. So what is the value of closing stock? 9,90,000. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അതിന്റെ കൺക്ലൂഷൻ എഴുതി വെക്കണം. ഓക്കെ, ഇനി ഇല്ലസ്ട്രേഷൻ 3 പോവുകയാണ്. എന്താണെന്ന് നോക്കൂ. In a production process, normal waste is 5% of input. Normal waste is 5% of the input. 5,000 metric ton of input were put in process, resulting in a wastage of 300 MT. 300 MT. Cost per MT input is 1,000. Cost per MT of input is 1,000. The entire quantity of waste is on stock at the year end. State with reference to the accounting standard how will you value the inventories in this case. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് 5,000 MT ആണ് ഇൻപുട്ട്. പ്ലീസ് റൈറ്റ് ഇൻപുട്ട് ഈസ് ഈക്വൽ ടു 5,000 MT. 5,000 MT. Then അടുത്ത ലൈനിൽ എഴുതുക കോസ്റ്റ് പെർ MT ഓഫ് ഇൻപുട്ട് ഈസ് 1,000. കോസ്റ്റ് പെർ MT means metric ton. Cost per metric ton of input is 1,000. Therefore, total value of inventory is equal to 1,000 into 5,000 MT. 1,000 into 5,000 MT. That comes to 50 lakhs. Am I right? 50 lakhs. Then അടുത്ത ലൈനിൽ എഴുതൂ normal loss is equal to 5% of 5,000. 5% of 5,000. That comes to 250. That comes to 250. Okay, 250. So the total input is equal to 5,000 minus normal loss. Normal loss എന്ന് പറഞ്ഞാൽ അൺഅവോയ്ഡബിൾ ആണ്. അൺഅവോയ്ഡബിൾ ലോസ് നമ്മൾ അതിന്റെ കോസ്റ്റ് കാൽക്കുലേഷൻ എടുക്കുകയില്ല. അപ്പൊ നമ്മൾ അതിന്റെ യൂണിറ്റ് റിഡ്യൂസ് ചെയ്യണം. അപ്പൊ നമുക്ക് ഉണ്ടായ 50 ലക്ഷം 4,750 യൂണിറ്റിന്റെ ആണെന്നുള്ള അസംഷനിലെ കണക്ക് ചെയ്യാൻ പാടുള്ളൂ. Am I right?
So cost per total input is equal to 5000 minus 250, that comes to 4750. Okay, so right, therefore cost per unit is equal to 50 lakhs divided by 4750 units. 4750 units. 4750 unit, that comes to 1052.633. 1052.6315. 1052.6315. Am I right? 6315. Okay, 1052.6315. Okay, then input is equal to 4750. Normal loss is equal to 250. Then question at the parayana, the entire quantity wastage, total wastage is equal to 300. Total wastage is equal to 300. Total wastage is equal to 300. Okay. The entire quantity of waste is on stock at the year end. State with reference to the accounting standard how will you value the inventories in this case. Abnormal loss etra varum? Abnormal loss is equal to 50. Abnormal loss is equal to 50. Right below, as per accounting standard 2, abnormal loss is not considered in valuing inventory. Abnormal loss is not considered in valuing inventory. നമ്മൾ ഏത് മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ? നോർമൽ ലോസ്. ഈ 4750 വന്ന എങ്ങനെയാ? 5000 minus 250 ആണ്. Am I right? So abnormal loss is not considered in valuing inventory. But value of abnormal loss is equal to 50 into 1052.6315. ഈ കോസ്റ്റ് വെച്ച് ഈ 50 യൂണിറ്റിനെ നമ്മൾ വാല്യൂ ചെയ്യണം. അപ്പം 50 യൂണിറ്റിന്റെ വാല്യൂ കിട്ടും. That comes to 52,632. 52,632. ഇതാണ് abnormal lossന്റെ വാല്യൂ. Then value of closing stock. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 5000 minus 250 minus 50, that comes to 4700 metric ton. Value is equal to 4700 into 1052.6315. എത്ര കിട്ടുന്നോ അതാണ് വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇവിടെ നമുക്ക് എക്സ്പെക്ടഡ് സെല്ലിംഗ് പ്രൈസോ അതിൻ്റെ അകത്തുനിന്ന് നെറ്റ് റിയലൈസബിൾ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒന്നും തന്നിട്ടില്ല. Therefore you should value it at its cost. Okay, then അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. illustration 4ലേക്ക് വരിക. എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കുക. ചെറിയ ക്വസ്റ്റ്യൻ ആണെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കാം. illustration 4, you are required to value the inventories per kilogram of finished goods consisting of material cost 200, direct labor 40, direct variable overhead 20, fixed production overhead charged for the year normal working capacity of 2 lakh kilograms, that is 20 lakhs. 4000 kilogram of finished units are stocked at the year end. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 4000 കിലോഗ്രാമിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ എഴുതുമ്പോൾ right below write the note fixed production overhead. എന്നിട്ട് താഴെ എഴുതുക ഓവർഹെഡ്. സാധാരണ ഓവർഹെഡ് നിങ്ങൾ എന്ത് ചെയ്യുക? അബ്സോർബ് ചെയ്യുന്നത്. ഓവർഹെഡ് അബ്സോർബ് ചെയ്യുവാണ്. നമ്മൾ കോസ്റ്റിംഗിൽ പഠിച്ചതാണ് ഓവർഹെഡ് അബ്സോർപ്ഷൻ. അപ്പൊ നമ്മൾ ആക്ച്വൽ ഓവർഹെഡും അബ്സോർബ്ഡ് ഓവർഹെഡും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അണ്ടർ അബ്സോർപ്ഷൻ ഓർ ഓവർ അബ്സോർപ്ഷൻ വരും. അപ്പൊ അതുകൊണ്ട് ഈ ഫിക്സഡ് പ്രൊഡക്ഷൻ ഓവർഹെഡ് വാല്യൂ ചെയ്യുന്നതിൽ ഒരു കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്.
fixed overheads are valued at normal production capacity. That is expected overhead divided by normal production. ഇവിടെ എത്രയാ പറഞ്ഞിരിക്കുന്നത്? ഫിക്സഡ് പ്രൊഡക്ഷൻ ചാർജസ് ഫോർ ദ ഇയർ ഓൺ നോർമൽ കപ്പാസിറ്റി 2 lakh kilograms. 2 lakh kilogram is 20 lakhs. 2 lakh kilogram is 20 lakhs. Am I right? About 20 lakhs fixed expected overhead 20 lakhs divided by normal production capacity 2 lakh kilograms. 2 lakh kilograms. That comes to 10 per kilogram. ഇതാണ് ഫിക്സഡ് പ്രൊഡക്ഷൻ ഓവർഹെഡിന്റെ അബ്സോർപ്ഷൻ റേറ്റ്. Fixed overhead are absorbed at normal production capacity. Therefore, overhead rate is equal to expected overhead divided by normal production capacity. That comes to 20 lakhs divided by 2000 kilogram, 10 per kilogram. ഇനി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഒന്ന് രണ്ട് നോട്ടും കൂടി ഒന്ന് എഴുതിയിട്ടാൽ മതി. ഈ കണക്കിന്റെ ഭാഗമല്ല എങ്കിലും അതൊന്ന് എഴുതിയിട്ടേക്കുക. ഫിക്സഡ് overheads are valued at if actual production is at or below the normal capacity, the normal capacity 2 lakh kilogram. If actual production is at or below the normal capacity, overheads are absorbed on the basis of normal capacity. അതായത് 2 lakh kilogram ആണോ ആക്ച്വൽ പ്രൊഡക്ഷൻ അതോ അതിൽ കുറവാണോ എങ്കിൽ തീർച്ചയായിട്ടും ഓവർഹെഡ് ഈ അബ്സോർപ്ഷൻ റേറ്റിൽ വേണം വാല്യൂ ചെയ്യാനായിട്ട്. എന്നാൽ അടുത്ത ലൈനിൽ എഴുതുക. ബട്ട് ഇഫ് ആക്ച്വൽ പ്രൊഡക്ഷൻ ഈസ് മോർ ദാൻ ദ നോർമൽ പ്രൊഡക്ഷൻ, more than the normal production, then overhead is absorbed on the basis of actual production. Actual production, underline that sentence. And the reason ഞാൻ പറഞ്ഞു തരാം. ഇവിടെ 20 lakhs ആണ് എക്സ്പെക്ടഡ് ഓവർഹെഡ്. നോർമൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 2 ലക്ഷമാണ്. സപ്പോസ് യുവർ ആക്ച്വൽ പ്രൊഡക്ഷൻ ഈസ് 4 lakhs ആണെന്ന് വിചാരിക്കൂ ആക്ച്വൽ പ്രൊഡക്ഷൻ. അപ്പൊ 20 lakhs 4 lakhs കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിലോഗ്രാം 5 per kilogram എന്ന് വരും. Am I right? 5 per kilogram എന്ന് പറയും. അപ്പൊ അത് ഈ 10 per kilogramനേക്കാൾ കുറവാ. നമ്മൾ ആ 10 per kilogram വെച്ച് വാല്യൂ ചെയ്യുവാണെങ്കിൽ 5 രൂപ നിങ്ങൾക്ക് ഒരു യൂണിറ്റിൽ കൂടും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ 5 രൂപയാണ്, ഇവിടെ 10 രൂപയാണ്, 5 രൂപ വെച്ച് കൂടുതൽ എഴുതേണ്ടി വരും. അപ്പൊ കൂടുതൽ എഴുതേണ്ടി വരുമ്പോൾ ഇൻവെന്ററി വാല്യൂ കൂടും, അപ്പൊ പ്രോഫിറ്റ് കൂടും. സോ ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്. അതുകൊണ്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ കൂടുതലാണെങ്കിൽ, നോർമൽ കപ്പാസിറ്റിയേക്കാൾ പ്രൊഡക്ഷൻ കൂടുതലാണെങ്കിൽ നമുക്ക് എങ്ങനെ വാല്യൂ ചെയ്യണമെന്ന് പറയുന്നത് ആക്ച്വൽ പ്രൊഡക്ഷൻ ഓവർഹെഡിനെ ബേസ് ചെയ്ത് വാല്യൂ ചെയ്യണമെന്ന് ആക്ച്വൽ പ്രൊഡക്ഷൻ യൂണിറ്റിനെ ബേസ് ചെയ്ത് വാല്യൂ ചെയ്യണമെന്ന്. ഇതിനെപ്പറ്റിയുള്ള കണക്കുകളൊന്നും നിങ്ങൾക്ക് അധികമായി വരികയില്ല, എങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടല്ലോ. അപ്പം ഈ കണക്കിന്റെ കൂട്ടത്തിൽ ഞാൻ എഴുതിപ്പിക്കുമായിരുന്നു. If actual production is
at normal or below the normal capacity, then the overhead rate is based on normal capacity. But if actual production is more than the normal capacity, then overheads are absorbed on the basis of actual production. വേണമെങ്കിൽ അതിന്റെ താഴെ എഴുതിയേക്കോ, ഇപ്പൊ എഴുതിയ സെന്റൻസിന്റെ therefore overhead rate is equal to overhead divided by actual production. Overhead divided by actual production. നിങ്ങൾ നോട്ട്സ് എഴുതിയെടുക്കുമ്പോൾ ഇതിൽ പ്രത്യേക നോട്ടായിട്ട് എഴുതിയേക്കണം. ഇപ്പൊ പറഞ്ഞ ഈ 3 പോയിന്റുകൾ പ്രത്യേക ഒരു നോട്ടായിട്ട് എഴുതിയേക്കണം. ഈ കണക്കിന്റെ പാർട്ടായിട്ട് എഴുതുന്നതിന് പകരം പ്രത്യേക ഒരു നോട്ടായിട്ട് എഴുതിയേക്കണം. ഓക്കെ, ദെൻ അടുത്ത ലൈനിൽ ഒരു സെന്റൻസും കൊണ്ട് എഴുതുക. വേരിയബിൾ ഓവർഹെഡ്സ് ആർ യൂഷ്വലി അബ്സോർബ്ഡ് ഓൺ actual production. Usually absorbed on actual production. ഇനി നമുക്ക് ഈ കണക്കിലേക്ക് വരാം. നിങ്ങൾക്കറിയാം 4000 കിലോഗ്രാമിന്റെ വാല്യൂ ആണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. Am I right? So write material cost per unit that comes to 200. Direct labor per unit that comes to 40. Am I right? Direct variable overhead that comes to 20. Then fixed production overhead already I calculate ചെയ്തു വെച്ചു 10 per kilogram. Am I right? So that comes to 270. 4000 kilogram. Value of closing inventory is equal to 4000 units into 270. 4000 units into 270. എത്ര വരുമോ? That comes to 10,80,000. ഇതാണ് വാല്യൂ 10,80,000. ഓക്കെ, ഇനി നമുക്ക് ഈ സ്റ്റഡി മെറ്റീരിയലിന്റെ ഏറ്റവും ലാസ്റ്റിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ പേജ് നമ്പർ ഞാൻ പറയാം. പേജ് നമ്പർ 3.146 പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ 1 ഒരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. പേജ് നമ്പർ 3.146. അതിൽ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ നമ്പർ 1 തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അത് വായിച്ചു നോക്കുക. AS1 നിന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. തിയററ്റിക്കലായിട്ട് എഴുതി വെച്ചവർക്ക് അതിന്റെ ആൻസർ വളരെ സിമ്പിൾ ആയിട്ട് എഴുതി വെക്കാൻ പറ്റും. നിങ്ങൾ അതിന്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ നോക്കിക്കോണം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 എടുക്കുക. Capital Cables Limited has a normal wastage of 4% in the production process. During the year 2011-12, company used 12,000 metric ton of raw material costing 150 per metric ton. At the end of the year, 630 metric ton of wastage was in stock. Normal wastage എത്ര വരും? 12,000 into 4%, 480 വരും. Actual wastage എത്രയാ? 630. Therefore, abnormal wastage എത്രയാ? 150. So please write normal wastage is equal to 12,000 into 4%, 480. But the actual wastage is equal to 630. Therefore, abnormal wastage is equal to 150. Therefore, abnormal wastage is equal to 150. 150. Am I right? The account wants to know how this wastage is to be treated in the books. Explain the context of AS2 revise the treatment of normal loss and abnormal loss, and also find out the amount of abnormal loss if any. നിങ്ങളുടെ പേജ് നമ്പർ 3.155 എടുക്കുക. ആൻസർ വ്യക്തമാണ്. നേരത്തെ ഒരു കണക്ക് ഇതുപോലത്തെ ചെയ്തതുകൊണ്ട് ഞാൻ ഇനി ആ കണക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. എന്താണ് നോർമൽ ലോസ്? നമ്മൾ കൺസിഡർ ചെയ്യല എന്ന് പറഞ്ഞാൽ വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററിയിൽ കൺസിഡർ ചെയ്യും. എങ്ങനെ? ടോട്ടൽ യൂണിറ്റ്സിൽ നിന്ന് നോർമൽ ലോസ് കുറച്ചിട്ട് ഗുഡ് യൂണിറ്റ്സ് വെച്ചാണ് നമ്മൾ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അബ്നോർമൽ ലോസ് വിൽ നോട്ട് കൺസിഡേർഡ് അറ്റ് ഓൾ. അബ്നോർമൽ ലോസിന് പ്രത്യേകം വാല്യൂ കൊടുത്തിട്ട് അബ്നോർമൽ ലോസ് ചാർജ് ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, നോട്ട് ആഡഡ് ടു ദ വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററി. ദാറ്റ് ഈസ് ദ കേസ്. സോ ശ്രദ്ധിക്കൂ, as per AS2 revised valuation of inventories, abnormal amount of wasted material, labor and other production costs are excluded from the cost of inventories. Underline that.
abnormal waste is not considered at all, but the value is considered, and value of abnormal loss is charged to the profit and loss account, not added to the closing stock. And such costs are recognized as expenses in the period in which they are incurred. That cost is called the period cost. Period cost is charged to the profit and loss account. Am I right? The normal loss will be included in determining the cost of inventories, finished goods at the year end. Material used, 12,000 metric ton at the rate of 150, 18 lakhs is the total cost. Normal loss is 480 MT. Am I right? So net quantity of material 11,520. 12,000 minus 480. That comes to 11,520. So cost per unit, please write cost per unit is equal to 18 lakhs divided by 11,520. 18 lakhs divided by 11,520. Okay, that comes to 156.25. Am I right? 156.25. 18 lakhs divided by 11,520 comes to 156.25. That is cost per unit. Then abnormal wastage is equal to 630. Book 630 total wastage minus normal wastage 480. That comes to 150. Am I right? That comes to 150. Am I right? 150. So abnormal loss is equal to 150 into 156.25. 150 into 156.25, that comes to 23,437.50. Okay, this is the value of question. Inventory value ചോദിച്ചിട്ടില്ല. ചോദ്യം treatment of normal loss or abnormal loss, and also find out the amount of abnormal loss. ഇപ്പോൾ നിങ്ങൾ amount of abnormal loss calculate ചെയ്തു. That will be charged to the statement of profit or loss. That will be charged to the statement of profit or loss and the value of abnormal loss. Please write value of closing inventory is equal to 12,000 minus 630. 12,000 minus 630 എത്രയാ വരുന്നതെന്ന് എനിക്കറിയില്ല. 12,000 minus 630 അത്ര യൂണിറ്റിനെ multiplied by 156.25, then you will get the value of inventory. അത് ക്വസ്റ്റ്യൻ്റെ അകത്ത് ചോദിച്ചിട്ടില്ല എങ്കിലും കഴിയ കണക്കിൽ ചെയ്യിപ്പിച്ചതുകൊണ്ട് ഞാൻ അതും കൂടി ചെയ്യിപ്പിക്കുവാണ്. വാല്യൂ ഓഫ് ഇൻവെന്ററി is equal to 12,000 minus 630 total unit wasted. 630 into bracket ചെയ്തിട്ട് into 156.25 എത്രയാ വരുന്നതെന്ന് നോക്കുക. That will be the value of closing stock. Okay, then the last question answer for നോക്കുക. As per AS2 revised valuation of inventories, material and other supplies held for use in the production of inventories are not written down below cost if the finished products in which, and a question like varanam. Question number 4 എടുക്കുക. Question number 4, page number 3.147. Question number 4 എടുത്തോ. Page number 3.147. Question number 4. Mr. Mehal gives the following information relating to the items forming part of inventory as on 31/3/2011. Important question എഴുതിക്കോണം. His factory produces product X using raw material A. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഫിനിഷ്ഡ് ഗുഡ്സിന്റെ വാല്യൂ പേര് തന്നിട്ടുണ്ട്, റോ മെറ്റീരിയലിന്റെ പേര് തന്നിട്ടുണ്ട്. So write name of finished goods. Name of finished goods. ഏതാ finished goods ന്റെ പേര്? Product X. Product X. ഇത് ഉണ്ടാക്കാനുള്ള raw material. Name of raw material comes to raw material A. Raw material A ഉപയോഗിച്ചാണ് finished goods X ഉണ്ടാക്കുന്നത്. നോക്കുക എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത്. 600 units of raw material A purchased at 120, replacement cost 90. 500 units of partly finished goods in the process of producing X and cost incurred till date is 260 per unit.
This unit can be finished next year by incurring additional cost of 60 per unit. 1500 units of finished product X at a total cost incurred 320 per unit. Expected selling price of product is 300 per unit. Expected selling price is 300 per unit. Okay. The cost atraya 320 per unit. So write expected selling price is equal to 300. Am I right? Cost per unit is equal to 320. ഇവിടെ നമുക്ക് ഏതൊക്കെ വാല്യൂ ചെയ്യണം? റോ മെറ്റീരിയൽ വാല്യൂ ചെയ്യണം, പിന്നെ വർക്ക് ഇൻ പ്രോഗ്രസ് വാല്യൂ ചെയ്യണം, കൂടാതെ ഫിനിഷ്ഡ് ഗുഡ്സ് വാല്യൂ ചെയ്യണം. നിങ്ങൾക്കറിയാം റോ മെറ്റീരിയൽ വാല്യൂ ചെയ്യുമ്പോൾ ഞാൻ പ്രത്യേകം നോട്ട് എഴുതി തന്നിട്ടുണ്ട്. ഈ ഫിനിഷ്ഡ് ഗുഡ്സ് ആർ സോൾഡ് above the cost price, then raw materials are valued at cost. ഇവിടെ 600 യൂണിറ്റ്, ഒന്നാമത്തെ പോയിന്റ്, 600 യൂണിറ്റ്സ് ഓഫ് raw material purchased at 120. അപ്പോൾ raw material cost is equal to 120. Replacement cost is equal to 90. 120 ൽ വാല്യൂ ചെയ്യണോ 90 ൽ വാല്യൂ ചെയ്യണമോ എന്ന ചോദ്യം. അതിന് നമ്മൾ നോക്കേണ്ടത് ഫിനിഷ്ഡ് ഗുഡ്സ് വാല്യൂ എന്ന് വിൽക്കുന്നത് എത്ര രൂപയ്ക്കാണ്? 300 രൂപയ്ക്കാണ്. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ലെസ് ദാൻ ദ കോസ്റ്റ് പ്രൈസ്. അങ്ങനെ കോസ്റ്റ് പ്രൈസിൽ കുറവാണ് വാല്യൂ എന്നെങ്കിൽ റീപ്ലേസ്മെന്റ് കോസ്റ്റിലായിരിക്കും റോ മെറ്റീരിയൽ വാല്യൂ ചെയ്യേണ്ടത്. ഹിയർ ഫിനിഷ്ഡ് ഗുഡ്സ് sold at rupees 300, that is below the normal selling price, below the cost, that is 320. Below the cost 320. Here finished goods are sold at 300 is below the cost 320. Hence raw material should be valued at replacement cost. So value of inventory is equal to എത്ര യൂണിറ്റ്സ് ആണ് നമുക്കറിയാം. എത്ര യൂണിറ്റ്സ് ആണ്? 600 into 90, that comes to 54,000. Am I right? ഇതാണ് റോ മെറ്റീരിയലിന്റെ വാല്യുവേഷന്റെ ഡീറ്റെയിൽസ്. ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത നമുക്ക് വർക്ക് ഇൻ പ്രോഗ്രസിലേക്ക് പോകാം. വർക്ക് ഇൻ പ്രോഗ്രസിലേക്ക് പോകുമ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സിലല്ല, വർക്ക് ഇൻ പ്രോഗ്രസിലേക്ക് പോകുമ്പോൾ വാല്യൂഡ് അറ്റ് പറയൂ, കോസ്റ്റ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ, whichever is lower. Valued at cost or net realizable value, whichever is lower. Am I right? Very important. Valued at cost or net realizable value, whichever is lower. ഇവിടെ എത്രയാന്ന് നോക്കൂ. 500 units of Farley finished goods at cost incurred till date is 260 per unit. Cost is 260. Expected selling price is equal to 320. Am I right? 300 less further expenses to complete the goods. This unit can be finished next year by incurring additional cost 60. So the net realizable value comes to net NRV. Net realizable value comes to 240 and cost is 260. Hence work in progress valued at net realizable value. Am I right? So value is equal to
value is equal to how many units are there? 500 into 240. 500 into 240. എത്രയാണോ വാല്യൂ വരുന്നത് അത് എഴുതണം. 500 into 240. Then finished goods. Finished goods is all valued at cost or net realizable value, whichever is lower. Okay, എത്ര യൂണിറ്റ്സ് ആണ് നോക്കുക. നമുക്കുള്ളത് 1500. ഏതാ കുറവ്? നെറ്റ് റിയലൈസബിൾ വാല്യൂ expected selling price is 300, cost per unit is 320, net realizable value is lower, hence net realizable value is lower. Therefore value of finished goods is equal to 1500 into 300. 1500 into 300. ഇന്ന് പഠിപ്പിച്ചതും പൂർണ്ണമായും ഈ കണക്കിന്റെ അകത്തുണ്ട്. അപ്പം 600 into 90 എത്ര വന്നു? 54,000. 500 into 240 1,20,000 is the value, and here 1,500 into 300 that comes to 4,50,000. ഇങ്ങനെയാണ് ഇൻവെന്ററി വാല്യുവേഷൻ. അപ്പോൾ പൂർണ്ണമായും ഇൻവെന്ററി വാല്യുവേഷൻ ഇവിടെ തീർന്നിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററി അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2. മറ്റൊരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുമായി അടുത്ത ക്ലാസ്സിൽ. ഓക്കെ.